വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? അപ്പോൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. കറുപ്പ് യുദ്ധം, ബോസ്റ്റൺ ടീ പാർട്ടി, ടെന്നീസ് കോർട്ട് അസംബ്ലി, ഫെബ്രുവരി വിപ്ലവം. ഏതൊക്കെയാണ്? കറുപ്പ് യുദ്ധം, ബോസ്റ്റൺ ടീ പാർട്ടി, ടെന്നീസ് കോർട്ട് അസംബ്ലി, ഫെബ്രുവരി വിപ്ലവം. അപ്പോൾ നമുക്ക് ഇതിൽ 4 എണ്ണം നമുക്ക് പഠിക്കാം. ഫസ്റ്റ് പഠിക്കാം, എന്നിട്ട് നമുക്ക് ഉത്തരത്തിലെത്താം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ബോസ്റ്റൺ ടീ പാർട്ടി വെച്ച് തുടങ്ങാം. ഓക്കെ, സോ ഈ ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ചിലപ്പോൾ ചോദിക്കും. 4 വർഷങ്ങൾ തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കും. 1773. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി ഏത് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773. വർഷം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ് നടന്നത്? 1773. 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ടെന്നീസ് കോർട്ട് അസംബ്ലി പഠിക്കല്ലേ. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി നമ്മൾ പഠിച്ചു 1773 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇനി ടെന്നീസ് കോർട്ട്. ഈ ടെന്നീസ് കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ഇത് അമേരിക്ക. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്ക. ഇനി ടെന്നീസ് കോർട്ട് ആണെങ്കിലോ അത് ഫ്രഞ്ച് വിപ്ലവം. ഇത് നടന്ന വർഷം ചോദിക്കും. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന എന്നാണ്? 1789 എന്നാണ്. 1789. 1789. അപ്പോൾ ഇതോടൊപ്പം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ പഠിക്കാം. ഓക്കെ, സോ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് അസംബ്ലി നടന്നത് എന്നാ? 1789. ദിവസം ചോദിക്കുകയാണെങ്കിൽ ജൂൺ 20 എന്നാണ്. ജൂൺ 20. വർഷം പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. 1789. ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാ? ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം കേട്ടോ. ഓക്കെ, സോ ഫെബ്രുവരി വിപ്ലവം. ഈ ഫെബ്രുവരി വിപ്ലവം റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആരാണ്? റഷ്യൻ. ഓക്കെ, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ഫെബ്രുവരി വിപ്ലവം. ഇത് നടന്ന വർഷം 1917 എന്നാണ്? 1917. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഏതാ ഉള്ളത്? കറുപ്പ് യുദ്ധം അല്ലേ. അപ്പം നമ്മൾ ഇത്ര ഓപ്ഷൻ പഠിച്ചില്ലേ? ബോസ്റ്റൺ ടീ പാർട്ടി പഠിച്ചു. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഓക്കെ, സർ രണ്ടാമത്തെ എന്താ? ടെന്നീസ് കോർട്ട് അസംബ്ലി. ടെന്നീസ് കോർട്ട് അസംബ്ലി ഫ്രഞ്ച് വിപ്ലവം. നടന്ന വർഷം 1789. എന്നാ നടന്നത്? 1789. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞ എന്താ? ഫെബ്രുവരി വിപ്ലവം അല്ലേ. ഫെബ്രുവരി വിപ്ലവം 1917. റഷ്യൻ വിപ്ലവം. ഫെബ്രുവരി റഷ്യൻ വിപ്ലവം. അപ്പോൾ റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? നമ്മുടെ ഫെബ്രുവരി വിപ്ലവം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. സോ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? അപ്പം ഇനി നിങ്ങൾ പറഞ്ഞേ ഇതിലേതാണ് ചൈനീസ് വിപ്ലവം? ഇതിൽ ഇനി ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലേ? കറുപ്പ് യുദ്ധം. അപ്പോൾ കറുപ്പ് യുദ്ധം എന്തുമായി ബന്ധപ്പെട്ടതാ? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടത് നമ്മുടെ കറുപ്പ് യുദ്ധമാണ്. അപ്പോൾ ഈ കറുപ്പ് യുദ്ധമാണ് ഇതിൽ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതാണ് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ഓക്കെ, സോ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യയും ചൈനയുമാണ്. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ചൈനയും. ഓക്കെ, ഇനി നമുക്കിതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കുറച്ച് കരാറുകളൊക്കെ ഉണ്ട് അല്ലേ. ഇപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റാണ് ഷിംല കരാർ. എന്താണ്? ഷിംല കരാർ. ഇനി ഷിംല കരാർ നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1972. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നതാണ് ഷിംല കരാർ നടന്ന വർഷം 1972. ഇനി അടുത്തത് സിന്ധു നദീ ജല കരാർ. ഓക്കെ, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ നടന്ന ഈ സിന്ധു നദീ ജല കരാറൊക്കെ നമുക്ക് സ്ഥിരം ന്യൂസുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണല്ലേ. സോ സിന്ധു നദീ ജല കരാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനും. അത് നടന്ന വർഷം, ഒപ്പുവെച്ച വർഷം 1960. 1960. ഓക്കെ, സോ നിങ്ങൾ ഈ വർഷങ്ങൾ ഓർത്ത് വെച്ചില്ലെങ്കിലും ഈ പ്രധാനപ്പെട്ട കരാറുകൾ അല്ലെങ്കിൽ ഉടമ്പടികളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയും ചൈനയും. ഓക്കെ, സോ ഇനി ഷിംല കരാർ അതുപോലെ തന്നെ സിന്ധു നദീജല കരാർ തമ്മിൽ ഒപ്പുവെച്ചത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? അത് ഇന്ത്യയും പാകിസ്ഥാനുമാണ്. ഓക്കെ അല്ലേ? സോ ഇത്രയും നമ്മൾ ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.